എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അതുള്ളിൽ കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരൂല. ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിൻ്റെ കഥയാണത്. ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാ നമ്മുടേത്. ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു, ബഹുവികൃതി. ഞാൻ കൊടുക്കാം. അന്ന് 9ാം ക്ലാസ്സിലായിരുന്നു ഞാൻ. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴിയുകയായിരുന്നു ഞാനും ആനക്കുട്ടിയും. പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും പറിച്ച് ഓടാൻ തുടങ്ങി. എന്നിട്ട് കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന്. ഇപ്പോഴും അതില്ലേ? അലോസർ എന്ന ഞാൻ അതിനിട്ട പേര്. കഴിഞ്ഞു. ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ. എനിക്ക് സഹിച്ചില്ല. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചിരവയെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു. ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു. അപ്പോ വല്ലോ ഡോക്ടർ എത്തുമ്പോഴേക്കും ആനക്കുട്ടി ചത്തു. എന്റെ ജീവിതത്തിലെ മനസമാധാനം അതോടെ ഇല്ലാതായി. ആളുകളൊക്കെ എന്നെ നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് ആനയെ കൊന്നവളാ. വഴി നടക്കാൻ വയ്യാതായി. ഒറ്റയടിക്ക് ആനയെ കൊന്നോളാട്ടോ. എന്നാലും ആനക്കുട്ടിയുടെ ഒരു ഭാഗ്യം. അത് കാണാൻ എന്തൊരു രസമായിരിക്കും. അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി. ഘോര മുസ്ലിം വനിത വന്നൂല്ലേ? ഗീത നിന്നെ കാത്ത് കുറേ നേരം എൻ്റെ അടുത്തിരുന്നു. നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും. സുബൈദ, നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു? നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതെന്തിനാ? നമ്മുടെ പൂളെ മൈസൂർ കൊല ഇഞ്ചിയൊക്കെ അവൻ എത്ര മോഷ്ടിച്ചെന്നറിയോ? ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ? ആ പാവത്തിന് പോലീസുകാരിപ്പോൾ അടിച്ച് പദം വരുത്തി കാണും. ഉരുട്ടലൊക്കെ പോലെ കേട്ടാ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പം കേൾക്കണത്. നിങ്ങൾ പോയി ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുവാ. കറപ്പി, നീങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ. അതെ, എസ് ഐ സാറിനെ ഒന്ന് കാണായിരുന്നു. എന്താ കാര്യം? ഒരു പരാതി പിൻവലിക്കാനാ. നിയമനകത്തുണ്ട്. നമസ്കാരം. എന്തുവാടേ? അത് ഈ കൊരമ്പയ്ക്കെതിരെ ഒരു പരാതി തന്നിരുന്നു. അത് പിൻവലിക്കാൻ വന്നാ. അവനൊരു പാവ സാറേ. നിനക്കൊക്കെ തോന്നുമ്പം പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോടാ പോലീസ് സ്റ്റേഷൻ? രാമേന്ദ്ര, ആ ചെറുമനെയും കൊണ്ടുവാ. മര്യാദയ്ക്ക് നടന്നോണം കേട്ടോടാ.
നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ്, അവനെ ഞങ്ങളങ്ങ് എടുത്തു. നീയും അവരുടെ കൂടെയാണോടാ? മേലാൽ എന്തെങ്കിലും കേട്ടാൽ കൊന്നുകളയും ഞാൻ. പൊയ്ക്കോ. എന്നാ, ശരി. താ ഞാൻ ചെയ്യാം. കരയാതെ, സാരല്ല കറുപ്പി. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയൂ. ഇട കൊടുക്കാതിരിക്കുക. കരയാതെ. കുമാരോ, ഒന്ന് വേഗം വലിച്ച് അടുപ്പിക്കണ്ട കുമാര. ആ, അമ്പലപരിപാടിയല്ല എങ്ങനെ ഉണ്ടായിന് പറയതേ? തരക്കേടില്ലായിരുന്നു. നീയായിരുന്നാ? നിന്റെ അച്ഛൻ്റെ സൂക്കേട് എങ്ങനെയുണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ, ഒരു കുറവില്ലാന്നേ. അങ്ങനെ തന്നെ കിടക്കുക. അല്ല, ഇത്തവണ പൊതുവാൾ കുറച്ച് നേരത്തെയാണല്ലോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പാ. ആ, ഒന്ന് നേരെ വലിക്കടോ. ഗോപാല, ഒന്ന് ഇത് പിടിച്ച. ഒന്നും നടക്കുരാകവ. മുത്തപ്പ,